ഹായ്, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. 3-4 ദിവസം ഭയങ്കര മഴ, നിർത്താതെ മഴ എന്ന് വെച്ചാൽ ഞങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു മഴ പെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് ഇരുന്നിട്ട് നല്ലൊരു ചായ, അതും നല്ല അടിച്ച ചായ കുടിക്കാൻ ഭയങ്കര എന്താ പറയുക, നല്ലൊരു സുഖം കേട്ടോ. നല്ല ചൂട് അടിച്ചൊരു ചായ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ മഴയത്ത് പുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പുട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ള പുട്ടുപൊടിയും പിന്നെ റാഗിയുടെ സേമിയയും കൂടി ചേർത്തിട്ട് കേട്ടോ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡൽഹിയിലാണെങ്കിൽ തേങ്ങ ചേർക്കണമൊക്കെ കുറച്ച് നല്ലോണം പിശുക്കത്തരം കാണിക്കും കേട്ടോ. പക്ഷേ നാട്ടിൽ വന്നാൽ തേങ്ങ നല്ലോണം അടിച്ച് പൊളിച്ച് ചേർക്കുക ചെയ്യുക കേട്ടോ. അതിലൊരു പിശുക്കത്തരം കാണിക്കാറില്ലേ. അങ്ങനെ പുട്ടിന് കറിയായിട്ട് ചെറുപയറായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുപയർ എല്ലാവരും വെക്കുന്ന പോലെ തന്നെ സാധാരണ കുക്കറിൽ ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2 വിസിലടിച്ചു. പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്തിട്ട് തേങ്ങയിൽ ചെറിയുള്ളി ചേർത്ത് കറി കേട്ടോ ഞാൻ വെക്കാറുള്ളത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുക. അങ്ങനെ പുട്ടൊക്കെ അപ്പോഴേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കറി വറവിടാൻ പിന്നെ കടുക് പൊട്ടിച്ച് കറി ഒന്ന് വറവിട്ട് എടുക്കുക കേട്ടോ. അപ്പം ഈ മഴയത്ത് നല്ല ചൂട് പുട്ടും ആവി പറക്കണ നല്ല ചൂട് പുട്ടും ചെറുപയർ കറിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കറിയും ഒക്കെ ഞാൻ വറവിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ചായക്കുള്ള അപ്പോഴേക്ക് കുട്ടികളൊന്നും എണീക്കില്ല കേട്ടോ. നല്ല മഴയാണ്, നല്ല സുഖമായിട്ട് പുതച്ച് മൂടി കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാം റെഡിയാക്കിയിട്ട് ഞാനും ഏട്ടനും കൂടെ അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. അത് സിറ്റ് ഔട്ടിൽ വന്നിട്ട് ഇങ്ങനെ പുട്ടും ഒരു പപ്പടം ചെറുപയറിൻ്റെ കറിയും കൂട്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയായി അതും കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ മഴയും നോക്കിയിരുന്ന് പുട്ടും കറിയും കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഉച്ചക്കത്തെ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാനിങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ലേ. അങ്ങനെ അതൊക്കെ കൂട്ടി ഊണ് കഴിച്ചു. പിന്നെ അമ്മ പേപ്പറൊക്കെ വായിച്ച് അവിടെ ഇരിക്കുകയാണ്. പിന്നെ വൈകുന്നേരത്തെ ചായക്ക് ഏട്ടൻ കൊണ്ടുവന്ന കേട്ടോ. പണ്ട് കിട്ടുമല്ലോ ഇങ്ങനത്തെ ഒരു സാധനം, അതിപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ അവരൊക്കെ അവരല്ല എല്ലാവരും സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ വിരലിൽ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ കളിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ മഴ പെയ്തപ്പോൾ മോള് അതിൽ കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ കുഞ്ഞു വീഡിയോ.